വേനൽ കടുത്തതോടെ മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ മേഖലകളിൽ ജലക്ഷാമം രൂക്ഷം. പുഴകളടക്കം വറ്റി വരണ്ടുണങ്ങിയതോടെ കർഷകരടക്കം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം. ഗോൾഡ് കിങ്, ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. ഗോൾഡ് കിങ്, മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ബ്രാഞ്ചസ് ഹൊസങ്കടി, കുമ്പള, കർണാടക, മുടിപ്പു. വേനൽ കടുത്തതോടെ മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ മേഖലകളിൽ പുഴകളിൽ നീരൊഴുക്ക് കുറഞ്ഞ് ജലാശയങ്ങൾ വരണ്ടുണങ്ങി. ഇതോടെ മഞ്ചേശ്വരം താലൂക്കിൽ രൂക്ഷമായ ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ഉത്തരദേശത്തെ പ്രധാന ജലസ്രോതസ്സായ ഷിറിയ പുഴയുടെ ഭാഗമായ അഗടിമുഗർ, പുത്തിക എന്നീ പുഴകളും മറ്റു ജലാശയങ്ങളുമാണ് വറ്റി വരണ്ടത്. പുഴയോട് ചേർന്നുള്ള കൈത്തോടുകളടക്കം വറ്റുകയും നീരൊഴുക്ക് ക്രമാതീതമായി കുറയുകയും ചെയ്തതോടെ മഞ്ചേശ്വരം താലൂക്കിലെ കിഴക്കൻ പ്രദേശങ്ങളിലെ കർഷകരടക്കം വലിയ പ്രതിസന്ധിയിലാണ്. അതേസമയം കിണർ, കുഴൽക്കിണർ എന്നിവയിലും ജലനിരപ്പ് താഴ്ന്നത് വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമത്തിനിടയാക്കിയിട്ടുണ്ട്. വേനൽ മഴ ലഭിക്കാൻ ഇനിയും വൈകിയാൽ പ്രതിസന്ധി രൂക്ഷമാകും. വിവിധ പഞ്ചായത്തുകളിൽ കോടികൾ ചിലവഴിച്ച് നടപ്പാക്കിയ ജലപദ്ധതികൾക്കായി സ്ഥാപിച്ച സംഭരണിയിൽ വെള്ളം കിട്ടാതായതോടെ പദ്ധതിയെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളും ദുരിതത്തിലാണ്. വോർക്കാടി, മീഞ്ച, പൈവെളികെ, പുത്തികെ, എൻമകജെ പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിൽ ഏറ്റവുമധികം ജലക്ഷാമം നേരിടുന്നത്. വോർക്കാടി പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ വഴി നടപ്പാക്കിയ പദ്ധതി പ്രഹസനമായതായി ഇതിനോടകം തന്നെ പരാതി ഉയർന്നിട്ടുണ്ട്. സ്വജൽധാര, രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി പോലത്തെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ മുഖേന ഇവിടുത്തെ ഈ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ജലക്ഷാമം നേരിട്ടിരുന്നു. പക്ഷേ ഇന്ന് കുറേ പുതിയ വൻകിട പദ്ധതികളൊക്കെ വന്നെങ്കിലും രൂക്ഷമായ ജലക്ഷാമം മൂലം ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് ചെറുകിട പദ്ധതികൾ പുനരുജ്ജീവിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സർക്കാർ ധനസഹായം ലഭ്യമാക്കുകയും ചെയ്യണം. കൂടാതെ നമ്മുടെ തോടുകളൊക്കെ മണ്ണടിഞ്ഞു കൂടി നീരൊഴുക്ക് തടസ്സപ്പെടുകയും കൂടാതെ ജലം അവിടെ കെട്ടിനിൽക്കുന്നത് ഒഴിവായതുകൊണ്ട് നമുക്ക് അവിടെയും കൃഷിക്കൊക്കെ വളരെ ക്ഷാമം നേരിടുന്നുണ്ട്. പുത്തിക പഞ്ചായത്തിലെ പല കോളനികളിലും കുടിക്കാൻ പോലും തുള്ളി വെള്ളമില്ല. മഞ്ചേശ്വരം താലൂക്കിലെ ഭൂരിഭാഗം കർഷകരും പുഴയടക്കമുള്ള ജലാശയങ്ങളെ ആശ്രയിച്ചാണ് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം കണ്ടെത്തുന്നത്. ഇതേ നില തുടർന്നാൽ വേനൽ കനക്കുമ്പോഴേക്കും സ്ഥിതി കൂടുതൽ ഗുരുതരമാകുന്നതോടൊപ്പം രൂക്ഷമായ ജലക്ഷാമമായിരിക്കും മലയോര മേഖലകളിലെ കർഷകർ നേരിടുക. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള.